ഫസ്റ്റ് സിനിമ ഉമ്മാച്ചു ആയിരുന്നു. അതെ. പിന്നെ അതിനുശേഷം ഏതൊക്കെയായിരുന്നു സിനിമകൾ? ഉമ്മാച്ചു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പി ഭാസ്കറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിരുന്ന പി വിജയനും നമ്മുടെ എഡിറ്റർ കെ നാരായണനും ചേർന്നിട്ട് വിജയനാരായണൻ എന്നുള്ള പേരിൽ അവർ ഡയറക്ഷൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓടിച്ചാടി നടന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആ 14 വയസ്സായിരുന്നു. കാരണം അവിടെ എല്ലാവരും 40 വയസ്സിൽ കൂടുതലായതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ എളുപ്പമായിരുന്നു. അതെടുത്തിട്ട് വാടാ ഇതെടുത്തിട്ട് വാടാ പറയാം, അധികാരത്തോടെ വിളിക്കാൻ ചീത്ത പറയാം, ഒരു ഈഗോവും ഫീൽ ചെയ്യില്ല. എനിക്കെങ്ങനെയും പഠിച്ചേ പറ്റൂ പണി. അപ്പോൾ എന്നെ തല്ല് വരെ ചെയ്യും. അപ്പോൾ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഭാസ്കർ മാഷ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ലാപ്പ് ബോർഡ് നിന്ന് ഞാൻ പറഞ്ഞാൽ അടിക്കാൻ ഓടും. അപ്പോൾ ഈ സോഫയുടെ ചുറ്റും രണ്ടുപേരും ഓടും. എന്നെ അടിക്കാൻ ഭാസ്കർ മാഷോട് ഞാൻ അപ്പോൾ പറയും അവിടുന്ന് അടൂർബാസിയൊക്കെ കളിയാക്കും, അത് അച്ഛനും മകനും ഓടി കളിക്കുന്നത് അവിടെ. അങ്ങനെ ഭയങ്കര അത് അഡ്വാൻറ്റേജ് ആയിരുന്നു. ചീത്ത പറഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്യില്ല, ഞാൻ എൻ്റെ പോയി പണിയെടുക്കും എന്ത് പറഞ്ഞാലും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് അവരും പറഞ്ഞു ഞങ്ങൾ ഡയറക്റ്റാണ്, ഞങ്ങൾക്ക് താ മതി. അപ്പോൾ എന്നെ ആദ്യം തന്നെ അവിടെ ആകെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ വെക്കുള്ളൂ, അത് സാധാരണ അറിവുള്ളവരെ വെക്കുള്ളൂ. ഞാനൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നീ മതി എന്നെ വെച്ച് ചെയ്യിച്ചോളാം പറഞ്ഞു. എനിക്ക് ആദ്യം തന്നെ പ്രൊമോഷൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ അത് രാത്രി വണ്ടി ഒരു സിനിമ, എറണാകുളം ജംഗ്ഷൻ, അഴിമുഖം, അതൊക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഭാസ്കർ മാഷ് കൂടെയും പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഹരിഹരൻ സാറ് ഡയറക്ടറാവണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഹരൻ സാറിന് നല്ല അസിസ്റ്റൻ്റ് വേണം, നീ വാ. എൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനെ ഹരൻ സാറത്ത് കൂട്ടിയിട്ട് പോകണം. അങ്ങനെ ഹരൻ സാറത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പോയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഹരൻ സാർ ടി വാസുദേവൻ്റെ സിനിമ ചെയ്യാൻ പോകണം, അതുകൊണ്ട് നീ അവിടെ പോയിട്ട് വാസുസാറിനെ കാണണം പറഞ്ഞപ്പോൾ ഞാൻ വാസുസാറിനെ കാണാൻ പോയി. അപ്പോൾ അവിടുത്തെ അന്നത്തെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറൻ്റാണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ അദ്ദേഹം 10-100 സിനിമയിൽ കൂടുതൽ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വാസു സാറ്, ടി വാസുദേവൻ. അപ്പോൾ ഞാൻ പോയി പറഞ്ഞപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറോ എന്നൊരു ഭാവത്തിൽ എന്തെങ്കിലും നോക്കി. ഞാൻ പറഞ്ഞു അതേ, ആരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭാസ്കർ മാഷ കൂടെയാണ്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തു തന്നു. ആരാ ഹരൻ പറഞ്ഞയച്ചാണോ? ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു. അപ്പോൾ എൻ്റെ തോന്നുന്നു ഞാൻ ഹരൻ്റെ പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പടം കൂടി തുടങ്ങുന്നുണ്ട്, അത് AB രാജാണ് ഡയറക്ടർ, അതിന് വർക്ക് ചെയ്യാൻ പറ്റുമോ വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമില്ല, ഹരൻ സാറിന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. കാരണം എന്നെ ഇങ്ങോട്ട് അയച്ചത് ഹരൻ സാറാണ്. അപ്പോൾ പറഞ്ഞു ഹരൻ AB രാജൻ്റെ ശിഷ്യനാണ്, ഒന്നും പറയില്ല ഹരൻ, ഞാൻ ഹരനോട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കുറേ സിസ്റ്റങ്ങളുണ്ട്, ആദ്യം നാളെ വരും, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ചെന്നു. ഞാൻ ജീവിതത്തിൽ ഇൻ്റർവ്യൂ ഒക്കെ അതാണ് ആകെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ. അപ്പോൾ നോക്കിയപ്പോൾ എന്നെപ്പോലെ കുറേ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ 40 വയസ്സിൽ കൂടുതലുള്ള, പിന്നീട് പല വലിയ ഡയറക്ടേഴ്സാണ് വന്നിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു പേര് പറയില്ല. അവരൊക്കെ വന്നിരുന്നപ്പോൾ എല്ലാവർക്കും ഒരു സീൻ തന്നു, ഇതൊന്ന് കോപ്പി എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും സീനൊക്കെ കോപ്പി എടുത്ത് കൊടുക്കും. അപ്പോൾ എനിക്കത് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനും കോപ്പി ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ വിളിക്കാൻ പോയിക്കോളൂ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. AB രാജ് വരുന്നുണ്ട്, ഒന്ന് കാണട്ടെ പറഞ്ഞു. വന്ന ശേഷം മിസ്റ്റർ രാജ്, ഞാൻ നോക്കി ചന്ദ്രൻ്റെ കയ്യക്ഷരം അത്ര നല്ലതൊന്നും അല്ല, പക്ഷെ അയാളുടെ പ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ജോലി ചെയ്യിക്കാൻ എളുപ്പമാണ്, അവിടെ നമുക്ക് ചന്ദ്രൻ മതി. അതായിരുന്നു അഡ്വാൻറ്റേജ്. നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യും, ഒരു മടിയില്ല, അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ പിന്നെ അതോടെ ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തൊട്ടു. അതായിരുന്നു ആ സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അത് സൂപ്പർ ഹിറ്റായ സിനിമയാണ്, നല്ല പാട്ടുകളാണ്. അത് മൈസൂരിലാണ് ഷൂട്ടിങ്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേഡീസ് ഹോസ്റ്റൽ കോളേജുകൾ, അങ്ങനെ ഹരൻ സാറിൻ്റെ കൂടെ കുറേ സിനിമകൾ വർക്ക് ചെയ്തു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അത് വർക്ക് ചെയ്യുമ്പോൾ JC ഡയറക്ടറായിരുന്നു. JC എന്നെ തന്നെ വിളിച്ചു. അന്ന് ആദ്യം ഞാൻ വർക്ക് ചെയ്ത് എറണാകുളം നാഷണൽ രാസവണ്ടിയിൽ JC നടനായിരുന്നു, അന്ന് ആക്ടിംഗ് ആയിരുന്നു. പിന്നെ അഴിമുഖം എത്തിയപ്പോഴേക്കും JC സാറ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. പിന്നെ ഡയറക്ടറായപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞാനും, അപ്പോൾ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്ന സത്യനന്ദി കടന്ന്, ഞങ്ങൾ രണ്ടുപേരാണ് പോയിട്ട് വർക്ക് ചെയ്തത് ഈ പടങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭാഷനും ഹരിഹരനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭാഷന് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറായി. അപ്പോൾ ചന്ദ്രൻ തന്നെ എൻ്റെ കൂടെ വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹരൻ സാറിന് ചോദിച്ചിട്ട് പറയാമോ? ഹരൻ സാർ പറഞ്ഞു അയ്യോ എൻ്റെ ഗുരുവാണ്, തീർച്ചയായും നീ വർക്കണം, എന്നെ ഡയറക്ടറാക്കിയത് അദ്ദേഹമാണ്. അങ്ങനെ ഞാൻ ഡോക്ടർ ഭാഷനോട് 3-4 സിനിമ വിളിച്ചു. അപ്പോൾ കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും ഷൂട്ടിങ്ങിന് വരില്ല, കാരണം ക്ലിനിക്കുണ്ട്, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ സീനൊക്കെ എഴുതി തരും, ഇത് നീ പോയി എടുത്തോ, ഞാൻ പിന്നെ വരാൻ പറയും. അപ്പോൾ എനിക്ക് കൂടുതൽ ഫ്രീഡം കിട്ടി ഇൻഡിപെൻഡൻ്റായി ചെയ്യാൻ. ഞാൻ ചെയ്ത് പഠിച്ചു, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ അപ്പോഴേ ആയി സത്യം പറഞ്ഞാൽ. ആ 4-5 സിനിമകളിൽ കൂടെ അത് വലിയൊരു അഡ്വാൻറ്റേജായി. അപ്പോൾ 3-4 സിനിമ ഇപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു നീ ഈ ദിവസം ചെയ്യുക, എന്നിട്ട് എൻ്റെ പേരിടുക, അതത്ര സുഖമില്ല, അതുകൊണ്ട് അടുത്ത സിനിമ എൻ്റെ പേര് ചെയ്താൽ മതി പറഞ്ഞു. അയ്യോ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സെക്കൻഡ് ആയിട്ടില്ല പറഞ്ഞു. നീ ആയിട്ടുണ്ട്, ഈ ഇറങ്ങിയ 4 പടവും നീ ചെയ്താണ്, നീ ചെയ്താൽ മതി. അങ്ങനെ 10ാമത്തെ വയസ്സിൽ എന്നെ പിടിച്ച് ഡയറക്ടറാക്കി.